മോർണിംഗ് മൈ ഡിയർ ഫ്യൂച്ചർ CMAs. എൻ്റെ പേര് രഞ്ജിത രവീന്ദ്രൻ. ഇപ്പൊ നമ്മുടെ ചാനലിൽ എന്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്? സ്മാർട്ട് സ്റ്റഡി പ്ലാനിന്റെ സീരീസ് പോയിക്കൊണ്ടിരിക്കുക അല്ലേ? നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പിന്റെ എല്ലാ സബ്ജക്റ്റിന്റെയും സ്മാർട്ട് സ്റ്റഡി പ്ലാൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ സെക്കൻഡ് ഗ്രൂപ്പിലേക്ക് കിടക്കുകയാണ്. സെക്കൻഡ് ഗ്രൂപ്പിലേക്ക് കിടക്കുമ്പോൾ രണ്ട് സബ്ജക്റ്റ് ആണ് ഇന്ത്യയിലുള്ളത്. ഏതൊക്കെ? പേപ്പർ നമ്പർ 11A പേപ്പർ നമ്പർ 12. അതെന്താ പേപ്പർ നമ്പർ 11A എന്ന് പറഞ്ഞത്? കാരണം പേപ്പർ നമ്പർ 11 രണ്ട് സബ്ജക്റ്റ് ഉണ്ട്. ഏതൊക്കെയാണ്? ഫൈനാൻഷ്യൽ മാനേജ്മെന്റും ബിസിനസ് ഡേറ്റ അനലറ്റിക്സും. എ ഫൈനാൻഷ്യൽ മാനേജ്മെന്റും ബി ബിസിനസ് ഡേറ്റ അനലറ്റിക്സും ആണ്. ബിസിനസ് ഡേറ്റ അനലറ്റിക്സ് ഞാനല്ല പഠിപ്പിക്കുന്നത്, ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഞാനാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് നിങ്ങൾ എങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ 60+ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഫൈനാൻഷ്യൽ മാനേജ്മെന്റിനും ബിസിനസ് ഡേറ്റ അനലറ്റിക്സിനോട് ചേർത്തിട്ടാണ് നിങ്ങൾക്ക് 100 മാർക്ക് കിട്ടുന്നത്. ആണ്. അതിൽ തന്നെ 20 മാർക്സ് എവിടെ പോകും? ബിസിനസ് ഡേറ്റ അനലറ്റിക്സിൽ പോകും. ബാക്കി 80 മാർക്സ് ആണ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റിന് ടെക്സ്റ്റ് ബുക്ക് അലോക്കേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്നു, നിങ്ങൾ പ്രോപ്പറായിട്ട് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് മൊത്തമായിട്ട് പഠിക്കുകയാണെങ്കിൽ ഏകദേശം 95 മുതൽ 100 മാർക്ക് നിങ്ങൾക്ക് ഈ ഒരൊറ്റ സബ്ജക്ട് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും. അതെങ്ങനെയാ മിസ്സാ കിട്ടുന്നത്? അതെങ്ങനെയാ കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്തെങ്കിലും എടുത്തൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കണം. ഞാൻ ഇവാലുവേറ്റ് ചെയ്തതിന്റെ ബേസിസിൽ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഞാൻ പാസ് ചെയ്യാൻ പോവാണ്. ഓക്കെ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് 100 മാർക്കിനായിരിക്കില്ല, പകരം 128 മാർക്കിനായിരിക്കും. നിങ്ങൾക്ക് എല്ലാ പേപ്പറിനും ക്വസ്റ്റ്യൻ വരുന്നത് 100 മാർക്കിനല്ല, പകരം 128 മാർക്കിനാണ്. ഇതിൽ ഏകദേശം 28 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, 28 മുതൽ എബോ 28 ടു എബോ ഏകദേശം ഒരു 30 മാർക്ക് വരെയുള്ള ക്വസ്റ്റ്യൻ വരുന്നത് ബിസിനസ് ഡേറ്റ അനലിറ്റിക്സിൽ നിന്നായിരിക്കും. അപ്പൊ ബാക്കി മാർക്കോ? ബാക്കി ഒരു 95 തൊട്ട് 100 വരെയുള്ള മാർക്ക് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത് ഫൈനാൻഷ്യൽ മാനേജ്മെന്റിൽ നിന്നായിരിക്കും. അപ്പൊ നിങ്ങൾ പ്രോപ്പറായിട്ട് മൊത്തം ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് മാത്രം പഠിച്ചാലും നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റും, അതും നല്ല മാർക്കിൽ പാസ്സാവാൻ പറ്റും. പക്ഷെ ഇപ്പം ഈ ഒരു സ്റ്റേജിൽ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ടൈം കുറവാണ്. ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് പഠിച്ചിട്ട് 100 മാർക്ക് സ്കോർ ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. നിങ്ങൾ ഓൾറെഡി പഠിച്ച കുട്ടികളാണ്, റിവൈസ് ചെയ്യാനാണ് ഈ ടൈം യൂട്ടിലൈസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളെ കൊണ്ട് സാധിക്കും. പക്ഷെ ഇപ്പൊ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികൾക്കാണെങ്കിൽ ഒരു പക്ഷേ ഫുൾ ടോപ്പിക്ക് കവർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, ഫുൾ ടെക്സ്റ്റ് ബുക്ക് കവർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പം ഇപ്പം സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികൾക്കും എങ്ങനെ 60+ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ABC അനാലിസിസ് ആണ്. എ എന്ന് ഞാൻ പറയുന്നത്, അതായത് ടൈപ്പ് എ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ടൈപ്പ് എ സെക്ഷൻ എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ ടോപ്പ് പ്രയോറിറ്റിയിൽ പഠിക്കണം. അതിനുശേഷം ടൈപ്പ് ബി പഠിക്കണം. അതിനുശേഷം ടൈപ്പ് സിക്ക് നിങ്ങൾ ടൈം ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ. നമുക്ക് ABC അനാലിസിസിലേക്ക് കിടക്കാം. ഓരോ ചാപ്റ്ററിലെയും ഓരോ ഏരിയാസ് വെച്ച് ഞാൻ പറയാം. അത് എ ആണോ, ബി ആണോ, സി ആണോ, ഏത് സെക്ഷൻ ആണ് പറയുന്നതെങ്കിൽ തന്നെ ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതെന്ന് കൂടി ഞാൻ ആഡ് ഓൺ ചെയ്യാം. ഓക്കെ. ഇൻട്രൊഡക്ഷൻ ടു ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് തിയറിയാണ്, പക്ക തിയറിയാണ്. സി ടൈപ്പായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. ലാസ്റ്റ് ടൈം ഉണ്ടെങ്കിൽ മാത്രം പഠിച്ചാൽ മതി. ടൈം വാല്യൂ ഓഫ് മണി ഇതിനെ ഞാൻ ബി പ്രയോറിറ്റിയിലാണ് ഇടുന്നത്. കാരണം ടൈം വാല്യൂ ഓഫ് മണിയിൽ നിങ്ങൾക്ക് PVയും FVയും, അതായത് പ്രസന്റ് വാല്യൂവും ഫ്യൂച്ചർ വാല്യൂവും കണ്ടുപിടിക്കാനുണ്ട്. ഈ രണ്ട് സാധനം ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ബി പ്രയോറിറ്റിയിൽ നിങ്ങൾ പഠിക്കുക. പക്ഷേ ഇതിനകത്ത് കിടക്കുന്ന ഫ്യൂച്ചർ വാല്യൂ, പ്രസന്റ് വാല്യൂ എന്ന് പറഞ്ഞ കൺസെപ്റ്റില്ലേ, അതിനെ നിങ്ങൾ എ പ്രയോറിറ്റിയിലിട്ട് പഠിക്കുക. ഓക്കെ. നിങ്ങൾ ഈ തിയറീസ് സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല, പക്ഷേ എ പ്രയോറിറ്റിയിലിട്ട് ഫ്യൂച്ചർ വാല്യൂ, പ്രസന്റ് വാല്യൂ നിങ്ങൾ പഠിച്ചിരിക്കണം. ദെൻ റിസ്ക് ആൻഡ് റിട്ടേൺസിലേക്ക് വരുമ്പോൾ റിസ്ക് ആൻഡ് റിട്ടേൺസിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് എന്താണ്? CAPM ആണ്, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡലാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. റിസ്ക് ആൻഡ് റിട്ടേൺ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ആയിട്ടല്ല, പക്ഷെ നിങ്ങൾ ഇവിടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ CAPM പഠിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ പ്രയോറിറ്റി എയിലിടുക. ബാക്കിയുള്ള സെക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് പ്രയോറിറ്റി സിയിലിട്ടാൽ മതി. ഓക്കെ. ദെൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഇൻസ്ട്രുമെന്റ്സ് ഇൻ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്. നിങ്ങൾക്ക് പ്രോബ്ലം പ്രശ്നമായിട്ടുള്ള ഒരാളാണ്, നിങ്ങൾ തിയറി എഴുതിയാലേ പാസ്സാവൂ എന്ന് ഉറപ്പുള്ള ആൾക്കാർ ഈ ഒരു മൊഡ്യൂളിനെ പ്രയോറിറ്റി എയിലിടുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് പ്രോബ്ലമാണ് എളുപ്പം, നിങ്ങൾക്ക് തിയറി പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടാണെന്നുള്ള ആൾക്കാർ ഈ ഒരു ഏരിയനെ പ്രയോറിറ്റി ബിയിലിടുക. ഞാനിതിനെ പ്രയോറിറ്റി ബിയിലാണ് ഇടുന്നത്. കാരണം ക്വസ്റ്റ്യൻ വരുമ്പോൾ തിയറി നിങ്ങൾ സ്കിപ്പ് ചെയ്താലും നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും.
പക്ഷെ തിയറിയിൽ കൂടുതൽ എനിക്ക് തിയറിയാണ് ഏറ്റവും നന്നായിട്ട് മനസ്സിലാവുന്നത് എന്നുള്ള ആൾക്കാർ ഈ ഒരു മൊഡ്യൂളിനെ പ്രയോറിറ്റി എയിലിടുക. ഓക്കെ ഓക്കെ. ഇനി താഴേക്ക് വരുമ്പോൾ സെബി റെഗുലേഷൻസ് പഠിച്ചിരിക്കണം, ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. തിയറി ഇഷ്ടമുള്ളവരും ഇഷ്ടമല്ലാത്തവരും പഠിച്ചിരിക്കണം, പ്രയോറിറ്റി എയിലിട്ടു. ഇനി ക്യാപിറ്റൽ ബജറ്റിലേക്ക് വരുമ്പോൾ കുറച്ച് സാധനങ്ങൾ പ്രയോറിറ്റി എയിലും വേറെ കുറച്ച് സാധനങ്ങൾ പ്രയോറിറ്റി ബിയിലുമാണ് ഞാൻ ഇടുന്നത്. ഏതൊക്കെയാണ് പ്രയോറിറ്റി എയിൽ വരുന്നത്? പ്രൈമറി ആൻഡ് സെക്കൻഡറി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ്, അത് പ്രയോറിറ്റി എയിൽ കൊടുക്കേണ്ട ഐറ്റമാണ്. പിന്നെ വരുന്നത് IPOയും FPOയും, അത് രണ്ടും പ്രയോറിറ്റി എയിലാണ്. വേറൊരു ഐറ്റം കൂടെ ഉണ്ട്, ക്രെഡിറ്റ് റേറ്റിംഗ് മെത്തേഡ്സും ഏജൻസീസും, അത് നിങ്ങൾ പഠിച്ചിരിക്കുക, അത് പ്രയോറിറ്റി എയിലിടുക. ബാക്കിയുള്ളതൊക്കെ പ്രയോറിറ്റി സിയിലിട്ടാൽ മതി. ഓക്കെ. ഇനി മണി മാർക്കറ്റിലേക്ക് വരുമ്പോൾ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, തിയറി ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ പ്രയോറിറ്റി ബിയിലാണ് ഇടുന്നത്, എയിലല്ല ബിയിലാണ് ഇടുന്നത്. ഇനിയാണ് നമ്മൾ പ്രോബ്ലം സൈഡിലേക്ക് കിടക്കാൻ പോകുന്നത്. പ്രോബ്ലം സൈഡിലേക്ക് പോകുമ്പോൾ ആദ്യം കിടക്കുന്ന എന്താണ്? ടൂൾസ് ഫോർ ഫൈനാൻഷ്യൽ അനാലിസിസ്. ടൂൾസ് ഫോർ ഫൈനാൻഷ്യൽ അനാലിസിസിൽ നമുക്ക് 6 ടൂൾസ് ഉണ്ട്. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? കമ്പാരിറ്റീവ്, കോമൺ സൈസ്, ട്രെൻഡ് അനാലിസിസ്, പിന്നെ റേഷ്യോ അനാലിസിസ്, പിന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഈ 6 എണ്ണമാണ് നമ്മൾ ടൂൾസ് ആയിട്ട് പഠിച്ചത്. അതിൽ കഴിഞ്ഞ അറ്റംപ്റ്റിൽ നമുക്ക് കോമൺ സൈസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഞാനിതിനെ പ്രയോറിറ്റി ബിയിലിടുന്നു. കമ്പാരിറ്റീവും ട്രെൻഡ് അനാലിസിസും പ്രയോറിറ്റി എയിലാണ് നിങ്ങൾ പഠിച്ചിരിക്കണം. പുതിയ കൺസെപ്റ്റാണ്, 16 സിലബസുകാർക്ക് ഇല്ലാത്തൊരു കൺസെപ്റ്റാണ്. അതുകൊണ്ട് തന്നെ 22 സിലബസിൽ കൂടുതൽ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള 2 കൺസെപ്റ്റാണ് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റും ട്രെൻഡ് അനാലിസിസും. ട്രെൻഡ് അനാലിസിസ് ഉണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾക്ക് OMലായിരുന്നു, FM വന്നിട്ടില്ലായിരുന്നു. FM പുതുതായിട്ടാണ് ട്രെൻഡ് അനാലിസിസ് 22 സിലബസിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ഫൈനാൻഷ്യൽ റേഷ്യോ അനാലിസിസിലേക്ക് വരുമ്പം ഫൈനാൻഷ്യൽ റേഷ്യോ അനാലിസിസിന്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ അറ്റംപ്റ്റിൽ ചോദിച്ചിട്ടുണ്ട്, പക്ഷെ അത് വളരെ ചെറിയ ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ ക്വസ്റ്റ്യൻ ഈ അറ്റംപ്റ്റിൽ വരാൻ ചാൻസ് ഉണ്ട്. റേഷ്യോസ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അതിന് ഞാൻ പ്രയോറിറ്റി എയിലെത്തിയിരിക്കുന്നു. ഇനി ഫിനാൻഷ്യൽ സ്കോറിലേക്ക് വരുമ്പോൾ നമുക്ക് 3 ടൈപ്പ് ഓഫ് സ്കോർസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഓൾട്ട്മൻ സിസഡ് ഉണ്ട്, ദെൻ M സ്കോർ ഉണ്ട്, F സ്കോർ ഉണ്ട്. ഇതിൽ ശരിക്കും ഓൾട്ട്മൻ C സ്കോറിലെ ഈ Z സ്കോർ, ഇതിനെ നിങ്ങൾ പ്രയോറിറ്റി എയിലിടുക. ബാക്കി രണ്ടും പ്രയോറിറ്റി ബിയിൽ ഇട്ടാൽ മതി. ഓക്കെ, ബാക്കി രണ്ടും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഓൾട്ട്മാൻസ് Z സ്കോർ നിങ്ങൾ പഠിക്കണം, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ അറ്റംപ്റ്റിൽ, ഇപ്പം ലാസ്റ്റ് നടന്ന അറ്റംപ്റ്റിൽ നിങ്ങൾക്ക് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് പ്രിപ്പയർ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്, പക്ഷെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് ചിലപ്പോൾ ഈ അറ്റംപ്റ്റിൽ ചോദിക്കും, പ്രയോറിറ്റി എയിലിടുക. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ പ്രിപ്പറേഷനേ ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഇപ്രാവശ്യം ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലായതുകൊണ്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റും പ്രയോറിറ്റി എയിലിടുക. ഓക്കെ, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പ്രയോറിറ്റി ബിയിൽ ഇട്ടാലും കുഴപ്പമില്ല, കാരണം കഴിഞ്ഞ അറ്റംപ്റ്റിൽ നിങ്ങൾക്ക് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ചോദിച്ചതുകൊണ്ട് ചിലപ്പോൾ ഈ പ്രാവശ്യം ചോദിച്ചെന്ന് വരില്ല. പക്ഷേ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ വരെ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചിലപ്പോൾ ഈ പ്രാവശ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പോസിബിലിറ്റീസ് ആണ് ഞാൻ പറയുന്നത്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്തായാലും നിങ്ങൾ പഠിക്കണം. ഇൻ കേസ് നിങ്ങൾക്ക് FME ചോദിച്ചില്ല എങ്കിൽ അക്കൗണ്ട്സിൽ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്തായാലും പ്രയോറിറ്റി എയിലിടണം. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ ഇഷ്ടത്തിന് പ്രയോറിറ്റി എയിലോ ബിയിലോ ഇടാം. ഞാൻ പ്രയോറിറ്റി എ ആണ് പറയണത്, പക്ഷെ നിങ്ങൾക്ക് ടൈം ഇല്ല എങ്കിൽ പ്രയോറിറ്റി ബിയിൽ ഇട്ട് പഠിച്ചാലും മതി. ഓക്കെ, ഇനി താഴേക്ക് വരുമ്പോൾ എന്താ? സോഴ്സ് ഓഫ് ഫിനാൻസ് ആൻഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന് കുറേ ക്വസ്റ്റ്യൻ കഴിഞ്ഞ അറ്റംപ്റ്റിൽ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് 1 വേർഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, വാക്കിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, പക്ഷെ എന്നാലും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ നിങ്ങൾക്ക് ചിലപ്പം കോസ്റ്റ് ഓഫ് ഇക്വിറ്റി മാത്രമായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, കോസ്റ്റ് ഓഫ് ഡെറ്റ് മാത്രമായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വാക്ക് ഓൾറെഡി നമുക്ക് കഴിഞ്ഞ അറ്റംപ്റ്റ് ചോദിച്ചു, എന്നാലും ഇതിന്റെ പ്രയോറിറ്റി കുറയ്ക്കാൻ പറ്റില്ല. നിങ്ങൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും പ്രയോറിറ്റി എയിൽ തന്നെ ഇട്ട് പഠിക്കുക. ഓക്കെ ഓക്കെ. ഇനി ക്യാപിറ്റൽ ബഡ്ജറ്റ്. ഇനി സോഴ്സ് ഓഫ് ഫിനാൻസിലേക്ക് വരുമ്പോഴോ തിയറിയാണ് സോഴ്സ് ഓഫ് ഫിനാൻസ്, നിങ്ങൾക്ക് പ്രയോറിറ്റി ബിയിലിട്ട് പഠിച്ചാലും മതി. ഓക്കെ, ഇനി ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിലേക്ക് വരുമ്പോഴോ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിലേക്ക് വരുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്, നിങ്ങൾക്ക് മിസ് ചെയ്യാനേ പാടില്ല. കുറേ കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉള്ളൊരു ചാപ്റ്ററാണ്, പക്ഷെ എന്നാലും ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്തു തരാൻ ചാൻസ് ഉള്ളൊരു ചാപ്റ്ററാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിലെ ആദ്യത്തെ 3 സബ്സെക്ഷൻസ് നിങ്ങൾ C പാർട്ടിൽ ഇട്ടാൽ മതി, അത് പഠിച്ചാലും ഇല്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇവാലുവേഷൻ ഓഫ് ടെക്നിക്സ് പ്രയോറിറ്റി എയിലിടുക.
ഞാൻ പറയാം എന്തുകൊണ്ടാണ്. കാരണം കഴിഞ്ഞ അറ്റംപ്റ്റിൽ ഇവാലുവേഷൻ ഓഫ് ടെക്നിക്സ് ചോദിച്ചിട്ടില്ല. പകരം അവർ ചോദിച്ച എന്താണെന്നറിയോ, നിങ്ങൾക്ക് റീപ്ലേസ്മെന്റിന്റെ പ്രോബ്ലം വന്നിട്ടുണ്ടായിരുന്നു. ദെൻ പുതിയൊരു മെഷീനറി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന്റെ ഇവാലുവേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവാലുവേഷൻ ഓഫ് ടെക്നിക്സ് ചോദിച്ചിട്ടില്ല. അപ്പൊ ഈ പ്രാവശ്യം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് അതിനെ നമുക്ക് പ്രയോറിറ്റി എയിലിടാം. ഓക്കെ, ദെൻ അടുത്തത് പ്രയോറിറ്റി സിയിലിട്ടാൽ മതി. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിലേക്ക് വരുമ്പം വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ഓൾറെഡി കഴിഞ്ഞ അറ്റംപ്റ്റിൽ ചോദിച്ചായിരുന്നു. അതുകൊണ്ട് ഈ അറ്റംപ്റ്റ് ചോദിക്കാനുള്ള ചാൻസ് കുറവാണ്. സോ പ്രയോറിറ്റി ബിയിലിട്ടാൽ മതി. റിസീവബിൾ മാനേജ്മെന്റ് പ്രയോറിറ്റി എയിലിടണം. ഇമ്പോർട്ടൻ്റ് ആണ്. കൂടുതലും കൺഫ്യൂസിങ് ആക്കാനുള്ള ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ്. കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോകണം. കഴിഞ്ഞ അറ്റംപ്റ്റിൽ റിസീവബിൾ മാനേജ്മെന്റിനെ കുറിച്ച് ചോദ്യം ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ അറ്റംപ്റ്റിൽ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പേബിൾ മാനേജ്മെന്റും പ്രയോറിറ്റി എയിലിട്ടു. ഇൻവെന്ററി മാനേജ്മെന്റ് പ്രയോറിറ്റി ബിയിലിട്ടാൽ മതി. ക്യാഷ് മാനേജ്മെന്റ് പ്രയോറിറ്റി എയിലിട്ടു. ഓക്കെ ഓക്കെ. ഇനി ഫിനാൻസിങ് വർക്കിംഗ് ക്യാപിറ്റൽ ഇമ്പോർട്ടൻ്റ് അല്ല. അതിൽ നിങ്ങൾ മാക്സിമം പെർമിസിബിൾ ബാങ്ക് ഫിനാൻസ് ഇല്ലേ, ഇത് മാത്രം ക്ലിയർ ആയിട്ട് പഠിച്ചാൽ മതി. പ്രയോറിറ്റി എയിലിട്ടാൽ മതി. ബാക്കിയുള്ളതൊക്കെ പ്രയോറിറ്റി സിയിലിട്ടോ. MPBF നിങ്ങൾ പ്രയോറിറ്റി എയിലിട്ട് പഠിക്കണം. കാൽക്കുലേഷൻ ചിലപ്പോൾ ചോദിക്കാം. ദെൻ ഫിനാൻസിങ് ഡിസിഷൻ ഓഫ് ഫേം. ഫിനാൻസിങ് ഡിസിഷൻ ഓഫ് ഫേമിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ് പഠിക്കണം. ഏതൊക്കെയാണ്? NIA, NOI ഒക്കെ നിങ്ങൾ പഠിപ്പിച്ചില്ലേ, അതൊക്കെ പഠിക്കണം. NIA കുറിച്ചും NOI കുറിച്ചും കഴിഞ്ഞ അറ്റംപ്റ്റ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ അറ്റംപ്റ്റിൽ അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പ്രയോറിറ്റി ബിയിൽ കിടന്നോട്ടെ. ലിവറേജ് അനാലിസിസിന്റെ പ്രോബ്ലം കഴിഞ്ഞ അറ്റംപ്റ്റിൽ ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് മാത്രം ഞാൻ ഇതിനെ പ്രയോറിറ്റി ബിയിലിടുന്നു. എബിറ്റ് EPS അനാലിസിസ്. എബിറ്റ് EPS ഇൻഡിഫറൻറ്റ് പോയിന്റിനെ കുറിച്ചുള്ള പ്രോബ്ലം വളരെ ചുരുക്കമേ നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ളൂ. സോ ഈ ഇൻഡിഫറൻറ്റ് പോയിന്റ് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, അത് പ്രയോറിറ്റി എയിൽ കിടന്നോട്ടെ. ദെൻ ഡിവിഡൻഡ് ഡിസിഷൻ, ഡിവിഡൻഡ് തിയറി. ഡിവിഡൻഡ് ഡിസിഷൻ, ഡിവിഡൻഡ് തിയറിയിൽ 4 തിയറീസ് നമ്മൾ പഠിച്ചു. അതിൽ 3 ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയാണ്? വോൾട്ടറിന്റെ തിയറി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്രോച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നല്ലോ, ഡോട്ട് ആൻഡ് ഗ്രഹം നമ്മൾ പഠിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമില്ല. പിന്നെ ആരുടെയായിരുന്നു? പിന്നെ ഒരു തിയറി നമുക്ക് പെൻഡിങ് ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ പ്രത്യേകം പഠിക്കേണ്ടത് അപ്രോച്ച് പഠിക്കണം. ദെൻ ഗോർഡൻസ് മോഡൽ പഠിക്കണം. ദെൻ ഗോർഡൻസ് മോഡലും പഠിക്കണം, വോൾട്ടേഴ്സ് മോഡലും പഠിക്കണം. ഈ 3 തിയറി നിങ്ങൾ പഠിച്ചിരിക്കണം. പ്രയോറിറ്റി എയിലിട്ടോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ പ്രയോറിറ്റി എയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ആദ്യം പഠിക്കുക. ദെൻ പ്രയോറിറ്റി ബി പഠിക്കുക. പ്രയോറിറ്റി സി നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഏകദേശം ഒരു 60 മാർക്സ് എബോ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം നല്ലപോലെ പഠിക്കുക. നമുക്ക് ഏകദേശം കവർ ആയിട്ടുണ്ട്. ബിസിനസ് ഡേറ്റ അനലിറ്റിക്സിന്റെ ഡീറ്റെയിൽസ് ഞാനല്ല, മറ്റൊരു ഫാക്കൽറ്റിയാണ് തരുന്നത്. അപ്പോൾ ബിസിനസ് ഡേറ്റ അനലിറ്റിക്സ് നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ പോലും, നിങ്ങൾക്ക് തിയറിയാണ്, സ്കിപ്പ് ചെയ്താൽ പോലും ഇവിടുത്തെ നിങ്ങൾ പ്രോപ്പർ പ്രോബ്ലംസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം 60 മാർക്സ് എബോ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം നല്ലപോലെ പഠിക്കുക. എക്സാം ഒക്കെ അടുത്ത് വരികയാണ്. നിങ്ങൾ പ്രയോറിറ്റി എ മാത്രം പഠിക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം നിങ്ങൾക്കൊരു 30 to 40 hours ഇത് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, 30 to 40 hours നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. അല്ല, നിങ്ങൾ ഫുള്ളായിട്ട് പഠിക്കാനാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു 50-55 മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ FM ഫുള്ളായിട്ട് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. നല്ലപോലെ പഠിക്കുക, പഠിച്ച് പാസ്സാവുക. ഈ അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവുക. അപ്പോൾ അടുത്ത സബ്ജക്റ്റിന്റെ ഡിസ്കഷനുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ടാറ്റാ.